ദേഷ്യം എന്നത് അടിസ്ഥാനപരമായി ഒരു പോസിറ്റീവായ ഗുണകരമായ ഒരു വികാരമാണ് അടിസ്ഥാനപരമായി. എന്നാൽ ദേഷ്യത്തെക്കുറിച്ച് ധാരാളം പ്രസ്താവനകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിവർത്തിക്കേണ്ട, ഞാൻ നടപ്പിലാക്കേണ്ട എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറഞ്ഞു ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്. എങ്ങനെ കാണാം? അതേസമയം ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വ്യാപകമായി വലിയ മഹാന്മാരൊക്കെ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ. അഥവാ ദേഷ്യം പിടിക്കേണ്ട, ദേഷ്യം ഉണ്ടാകേണ്ട ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് ദേഷ്യം ഇല്ലെങ്കിൽ ആ ദേഷ്യം ഇല്ലാത്തൊരു മനുഷ്യൻ ഹിമാറാണ്. ഹിമാർ എന്ന വാക്കിന്റെ അർത്ഥം കഴുത എന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഈ ദുനിയാവിന്റെ മശ്രിഖും മഗ്രിബും വ്യത്യാസമില്ലാതെ ആ ആദർശം എത്തിച്ച സമുദ്ര സമാനരായ വലിയ മഹാത്മാവായ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഹദീസിന്റെ ആദർശം പിൻപറ്റിക്കൊണ്ട് പറയുന്നു, മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ. ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം വേണം. ഇവിടെ എങ്ങനെയാണ് ജംഅ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് അതിനെ സംയോജിപ്പിക്കേണ്ടത്.